ബുദ്ധിമുട്ടുള്ള സാഹചര്യങ്ങളിലൂടെ കടന്നു പോകാതെ ഒരു ബിസിനസ്സിനും റാപ്പിഡ് ഗ്രോത്ത് ഉണ്ടാക്കാൻ പറ്റില്ല. ഈ ചലഞ്ചസിൽ നിന്നുമാണ് പലപ്പോഴും ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാകുന്നതും. ഇത്തരത്തിൽ വോളറ്റൈൽ ആയ ഒരു എക്കണോമിക് ആൻഡ് മാർക്കറ്റ് സൈക്കിൾസിനിടയിലും കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്കിടയിൽ ഒരുപാട് ഇന്ത്യൻ കമ്പനീസ് അവരുടെ ഗ്രോത്ത് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. വളരെ റാപ്പിഡായി തങ്ങളുടെ സെക്ടറിൽ മാർക്കറ്റ് ഷെയർ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കമ്പനികൾ ഏതൊക്കെയാണെന്ന് അറിയാൻ എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവും അല്ലേ? അതുകൊണ്ട് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് കഴിഞ്ഞ 5 വർഷത്തിൽ തങ്ങളുടെ ഇൻഡസ്ട്രിക്ക് അകത്ത് നിന്നുകൊണ്ട് ഫാസ്റ്റസ്റ്റ് റവന്യൂ ഗ്രോത്ത് കാഴ്ചവെച്ചിട്ടുള്ള 5 കമ്പനീസ് ഏതൊക്കെയാണെന്നാണ്. ഈ 5 കമ്പനീസും 5 ഡിഫറെൻറ്റ് സെക്ടേഴ്സിൽ നിന്നുള്ളവയാണ്. ഒരു കമ്പനി അത് ഉൾപ്പെടുന്ന ഇൻഡസ്ട്രിയിലുള്ള മറ്റു കമ്പനികളെക്കാൾ വേഗത്തിൽ റവന്യൂ ഗ്രോത്ത് കാണിക്കുന്നുണ്ടെങ്കിൽ ആ കമ്പനി അതിൻ്റെ ഇൻഡസ്ട്രി മാർക്കറ്റ് ഷെയർ ഗെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന് കണക്കാക്കാമെന്ന് മനസ്സിലാക്കുക. ഈ വീഡിയോയിൽ നമ്മൾ എടുത്തിട്ടുള്ളത് 5 സെക്ടേഴ്സ് ആണ്. BFSI, ദാറ്റ് ഈസ് ബാങ്കിങ്, ഫിനാൻഷ്യൽ സർവീസ് ആൻഡ് ഇൻഷുറൻസ്, പിന്നെ IT, FMCG, ഓട്ടോ ആൻഡ് ഫാർമ സെക്ടർ. അപ്പോൾ ഈ സെക്ടേഴ്സിലെ ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് കമ്പനികൾ ഏതൊക്കെയാണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. മോർ ദാൻ 5,000 crore rupees മാർക്കറ്റ് ക്യാപ്പ് ഉള്ള കമ്പനീസ് മാത്രമേ നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ളൂ. ഇൻഡസ്ട്രിയിൽ ഹയസ്റ്റ് 5 year സെയിൽസ് ഗ്രോത്ത് CAGR ഉള്ള കമ്പനി ഈ ലിസ്റ്റിൽ ഏറ്റവും അവസാനമാണ് വരിക. ആൻഡ് പ്ലീസ് നോട്ട് ദാറ്റ് നമ്മൾ ഈ വീഡിയോക്ക് വേണ്ടി കൺസിഡർ ചെയ്തിട്ടുള്ളത് August 19, 2022 മാർക്കറ്റ് ക്ലോസിംഗ് പ്രൈസസ് ആണ്. വെൽക്കം ടു ഗ്രോ മലയാളം. ദിസ് ഈസ് ഷയാസ് റഫിയ മൊയ്തീൻ. സോ ലെറ്റ്സ് സ്റ്റാർട്ട് ടുഡേയ്സ് വീഡിയോ. ഫസ്റ്റ് കമ്പനി ഫാർമ സെക്ടറിൽ നിന്നുമാണ് Caplin Point Laboratories Limited. മാനുഫാക്ചറിംഗ് ആൻഡ് സോഴ്സിംഗ് ഓഫ് APIs ആൻഡ് ഫിനിഷ്ഡ് ഫോർമുലേഷൻസിലാണ് Caplin Point Laboratories പ്രധാനമായും ഏർപ്പെട്ടിരിക്കുന്നത്. ഇതിൻ്റെ കൂടെ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ്, ക്ലിനിക്കൽ റിസർച്ച് എന്നിവയിലും എൻഗേജ് ചെയ്യുന്നു. നിലവിൽ കമ്പനിക്ക് 4,000+ ഫാർമ പ്രൊഡക്ട്സ്, 650+ ഫോർമുലേഷൻ ആൻഡ് 26 തെറാപ്യൂട്ടിക് സെഗ്മെന്റ്സ് ഉൾപ്പെടുന്ന വൈഡ് പ്രൊഡക്റ്റ് പോർട്ട്ഫോളിയോ ഉണ്ട്. കമ്പനിയുടെ 5 year സെയിൽസ് ഗ്രോത്ത് CAGR 25.88% ആണ്. നിലവിലുള്ള കേപ്പബിലിറ്റീസ് എക്സ്പാൻഡ് ചെയ്യാനും ബാക്ക്വേർഡ് ഇൻ്റഗ്രേഷൻ പ്രോസസ്സിനും ഒക്കെ വേണ്ടിയിട്ടുള്ള ഈ കമ്പനിയുടെ കാപ്പെക്സ് ജേണി ഇപ്പോൾ തുടങ്ങിയിരിക്കുകയാണ്. ഈ കാപ്പെക്സിലൂടെ പ്രൊഡക്റ്റ് പോർട്ട്ഫോളിയോ എക്സ്പാൻഡ് ചെയ്തതിന് ശേഷം കാനഡ, ഓസ്ട്രേലിയ, ചൈന ആൻഡ് റഷ്യ തുടങ്ങിയ പല റെഗുലേറ്റഡ് മാർക്കറ്റ്സിലേക്കും കടക്കാനും ഇവർ ഉദ്ദേശിക്കുന്നുണ്ട്. പക്ഷേ റിട്ടേൺ ഓൺ ഇക്വിറ്റി അതുപോലെ റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയ്ഡ് എന്നീ 2 ഇമ്പോർട്ടൻറ്റ് പ്രോഫിറ്റബിലിറ്റി റേഷ്യോസ് എടുത്ത് നോക്കുമ്പോൾ ഈ നമ്പേഴ്സ് കഴിഞ്ഞ ഏതാനും ഫിനാൻഷ്യൽ ഇയേഴ്സിൽ കുറഞ്ഞു വരുന്നതായിട്ടാണ് കാണുന്നത്. എന്താണ് ഇത് രണ്ടും എന്ന് ഇനി പറയാം. റിട്ടേൺ ഓൺ ഇക്വിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഷെയർസ് അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ്സുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എത്ര പ്രോഫിറ്റ് ആണ് കമ്പനിക്ക് ജനറേറ്റ് ചെയ്യാൻ കഴിയുക എന്നതിൻ്റെ മെഷറാണ്. റിട്ടേൺ ഓൺ ഇക്വിറ്റിയുടെ വാല്യൂ കൂടുന്തോറും ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റിലൂടെയുള്ള ക്യാപിറ്റൽ ഉപയോഗിച്ചുകൊണ്ട് പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യുന്നതിൽ കമ്പനിയുടെ മാനേജ്മെൻറ്റ് കൂടുതൽ എഫിഷ്യൻ്റ് ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയ്ഡ് എന്ന് പറയുന്നത് കമ്പനി അതിൻ്റെ ക്യാപിറ്റലും അതിൽ നിന്ന് ജനറേറ്റ് ചെയ്യുന്ന റിട്ടേൺസും എത്ര എഫിഷ്യൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നു എന്ന് കാണിക്കുന്ന ഫിനാൻഷ്യൽ റേഷ്യോ ആണ്. ഇത് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഏർണിംഗ്സ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സിനെ ടോട്ടൽ ക്യാപിറ്റൽ എംപ്ലോയ്ഡ് കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ROCE is equal to EBIT divided by total capital employed. അപ്പോൾ ഇനി നമുക്ക് ഈ കമ്പനിയുടെ കീ ഫിനാൻഷ്യൽ ആൻഡ് ടെക്നിക്കൽ റേഷ്യോസ് നോക്കാം. കറന്റ് മാർക്കറ്റ് പ്രൈസ് 779.35 rupees, PE ratio 18.81, debt to equity 0, 5 year sales CAGR 25.88%, return on equity 23.72%, 1 year returns 0.78%, 5 year CAGR returns 3.91, 200 DMA 749.27, RSI 14 48.3. അടുത്ത കമ്പനി FMCG സെക്ടറിൽ നിന്നുമാണ് Zydus വെൽനസ് ലിമിറ്റഡ്. ഹെൽത്ത് ആൻഡ് വെൽനസ് പ്രൊഡക്ട്സിൻ്റെ ഡെവലപ്മെൻറ്റ്, പ്രൊഡക്ഷൻ, മാർക്കറ്റിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ എന്നീ എൻറ്റയർ വാല്യൂ ചെയിനും ക്യാപ്ചർ ചെയ്യുന്ന ഇൻ്റഗ്രേറ്റഡ് കൺസ്യൂമർ ബിസിനസ്സിലാണ് Zydus വെൽനസ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഗ്ലൂക്കോൺ ഡി, ഷുഗർ ഫ്രീ, എവറി യൂത്ത്, ന്യൂട്രലൈറ്റ്, കോംപ്ലാൻ, നൈസിൽ, ഹെലിൻസ് തുടങ്ങിയ വെൽ നോൺ ബ്രാൻഡുകളൊക്കെ ഇവരുടെ പ്രൊഡക്റ്റ് പോർട്ട്ഫോളിയോയിലുണ്ട്. കമ്പനിയുടെ 5 year സെയിൽസ് ഗ്രോത്ത് CAGR 36.08% ആണ്. ഈ കമ്പനിയുടെ പ്രൊഡക്റ്റ് പോർട്ട്ഫോളിയോയിൽ നിലവിലുള്ള ബ്രാൻഡുകളൊക്കെ വളരെ വേഗത്തിൽ ഗ്രോ ചെയ്യുന്നുണ്ട്. ആൻഡ് ഈ അടുത്ത് ഗ്ലൂക്കോൺ ഡി എന്ന ബ്രാൻഡ് 60% മാർക്കറ്റ് ഷെയർ എന്ന നാഴികക്കല്ല് പിന്നിടുകയും ചെയ്തു. പിന്നെ കഴിഞ്ഞ ലാസ്റ്റ് 3 to 4 ഇയേഴ്സിൽ കമ്പനിയുടെ ഡയറക്റ്റ് ഡിസ്ട്രിബ്യൂഷൻ വളരെ റാപ്പിഡായി എക്സ്പാൻഡ് ചെയ്തിട്ടുണ്ട്. ഈ വളർച്ച ഭാവിയിലും തുടരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. പക്ഷേ എക്കോണമി റീ ഓപ്പൺ ആയതിനു ശേഷം കമ്പനിയുടെ ഷുഗർ ഫ്രീ എന്ന ബ്രാൻഡിന്റെ റവന്യൂ ഗ്രോത്ത് ചെറുതായി ഒന്ന് സ്ലോ ആയിട്ടുണ്ട് കഴിഞ്ഞ 3 quarters. ഇതിന്റെ പ്രധാന കാരണം ഹെൽത്ത് ആൻഡ് ഹൈജീൻ പ്രൊഡക്ട്സിൽ പണം ചെലവാക്കുന്നത് കുറഞ്ഞതാണ്. കോംപ്ലാൻ എന്ന ബ്രാൻഡും താരതമ്യേന ഒരു സ്ലോ ക്വാർട്ടറാണ് കാണിച്ചിട്ടുള്ളത്. ഇതിന്റെ കാരണം ഈ കാറ്റഗറിയുടെ സ്ലോ ഡൗണും പിന്നെ ഈ കാറ്റഗറിയിലെ ലീഡർ ആയിട്ടുള്ള ബ്രാൻഡ് വില കുറച്ചതും ആയിരിക്കണം.
ഇത് കാരണം Zydus വെൽനസിന് അവരുടെ 0.7% മാർക്കറ്റ് ഷെയർ ഒരു വർഷം കൊണ്ട് നഷ്ടപ്പെടുകയും ചെയ്തു. ഫിനാൻഷ്യൽ ഇയർ 21-ൽ 5.5% ആയിരുന്നത് ഫിനാൻഷ്യൽ ഇയർ 22-ൽ 4.8% ആയി. ഈ രണ്ട് സെഗ്മെന്റ്സും തിരിച്ചു പഴയ പോലെ ആക്കാൻ റിക്കവറി ഗെയിൻസ് ഉണ്ടാക്കാനുള്ള ഒരുപാട് സ്റ്റെപ്സ് ഈ കമ്പനി എടുക്കുന്നുണ്ട്. മുന്നോട്ടുള്ള പോക്കിൽ ഇത് കാര്യമായിട്ട് മോണിറ്റർ ചെയ്യേണ്ട ഒരു പോയിന്റുമാണ്. അപ്പോൾ ഇനി നമുക്ക് ഈ കമ്പനിയുടെ കീ ഫിനാൻഷ്യൽ ആൻഡ് ടെക്നിക്കൽ റേഷ്യോസ് നോക്കാം. കറന്റ് മാർക്കറ്റ് പ്രൈസ് 1610.95 rupees, PE ratio 32.24, debt to equity 0.08, 5-year sales CAGR 36.08%, return on equity 6.56%, 1-year returns minus 26.36%, 5-year CAGR returns 13.23%, 200 DMA 1697.03, RSI 1449.9. അടുത്തത് IT സെക്ടറിലെ ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് കമ്പനി ടാൻല പ്ലാറ്റ്ഫോംസ് ലിമിറ്റഡ്. ബിസിനസ്സുകളെ കസ്റ്റമേഴ്സുമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു ക്ലൗഡ് കമ്മ്യൂണിക്കേഷൻ പ്രൊവൈഡറാണ് ടാൻല പ്ലാറ്റ്ഫോംസ്. ട്രിബ്ലോക്ക് എന്ന പ്ലാറ്റ്ഫോമിലൂടെ ഇന്ത്യയുടെ ഓട്ടോമേറ്റഡ് SMS ട്രാഫിക്കിന്റെ 70% മാർക്കറ്റ് ഷെയർ ഈ കമ്പനിയാണ് ഹോൾഡ് ചെയ്യുന്നത്. ടാൻല പ്ലാറ്റ്ഫോംസിന്റെ 5-year സെയിൽസ് ഗ്രോത്ത് CAGR 40.8% ആണ്. കമ്പനിയുടെ ഒരു സ്ട്രെങ്ത് എന്ന് പറയുന്നത് ഇവരുടെ ടെക് പ്ലാറ്റ്ഫോം സ്ട്രക്ചറാണ്. ഇത് റവന്യൂ കൂട്ടുന്നതിനൊപ്പം തന്നെ ഗുഡ് എക്കോണമി ഓഫ് സ്കെയിലും നൽകുന്നുണ്ട്. അതായത് കമ്പനിക്ക് ഒരു ഫിക്സഡ് ഇൻവെസ്റ്റ്മെന്റിൽ നിന്ന് തന്നെ റവന്യൂ വർദ്ധിപ്പിക്കാനാവുന്നു എന്നർത്ഥം. ഇത് കാരണം മാർജിനിൽ ഒരു ഗുഡ് ഇംപ്രൂവ്മെന്റ് കാണാം. ഇവരുടെ 3-year സെയിൽസ് CAGR 47% ആണ്. അതേസമയം 3-year PAT CAGR 182% ആണ്. അതിന്റെ അർത്ഥം പ്രോഫിറ്റ് മാർജിൻസ് റാപ്പിഡായി ഗ്രോ ചെയ്യുന്നു എന്നാണ്. ഒരു മേജർ വീക്ക്നെസ് ഉള്ളത് SMS മീഡിയത്തിലുള്ള ഓവർ ഡിപ്പെൻഡൻസിയാണ്. കഴിഞ്ഞ 3 yearsൽ 96 to 97% റവന്യൂ വന്നിട്ടുള്ളത് ഈ സർവീസിൽ നിന്നാണ്. ഈ SMS സെഗ്മെന്റിൽ ഒരു ഡിസ്ട്രപ്ഷൻ സംഭവിച്ചാൽ അല്ലെങ്കിൽ മറ്റേതെങ്കിലും മീഡിയം ബിസിനസ് ടു കസ്റ്റമർ കമ്മ്യൂണിക്കേഷൻസിന് വേണ്ടിയുള്ള SMS-നെ റീപ്ലേസ് ചെയ്താൽ അത് ടാൻലയുടെ ബിസിനസ്സിൽ നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കിയേക്കാം. അപ്പോൾ ഇനി നമുക്ക് ഈ കമ്പനിയുടെ കീ ഫിനാൻഷ്യൽ ആൻഡ് ടെക്നിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് നോക്കാം. Current market price 728.2 rupees, PE ratio 18.47, debt to equity 0.04, 5-year sales CAGR 40.80, return on equity 48, 1-year returns minus 18.85%, 5-year CAGR returns 85.96%, 200 DMA 1171.62, RSI 1437.4. ഇനി ഓട്ടോ സെക്ടറിൽ നിന്നും ഒലെക്ട്ര ഗ്രീൻടെക് ലിമിറ്റഡ്. ഒലെക്ട്ര ഗ്രീൻടെക് എൻഗേജ് ചെയ്തിരിക്കുന്നത് കോമ്പോസിറ്റ് പോളിമർ ഇൻസുലേറ്റേഴ്സിന്റെയും ഇലക്ട്രിക്കൽ ബസ്സുകളുടെയും മാനുഫാക്ചറിംഗിലാണ്. കമ്പനിയുടെ 5-year സെയിൽസ് ഗ്രോത്ത് CAGR 41.42%. കമ്പനിയുടെ ഒരു സ്ട്രെങ്ത് ഇലക്ട്രിക്കൽ ബസ് ഡിവിഷന് വേണ്ടിയിട്ട് BYD ചൈനയിൽ നിന്നും കിട്ടുന്ന ടെക്നിക്കൽ സപ്പോർട്ടാണ്. ഇലക്ട്രിക് ബസ് ബാറ്ററീസ്, ചാസിസ്, കമ്പോണൻസ്, സബ് അസംബ്ലീസ് ആൻഡ് സ്പെയർ പാർട്സ് എന്നിവ പർച്ചേസ് ചെയ്യുന്നതിനായിട്ട് ഒലെക്ട്ര ഗ്രീൻടെക്കിന് BYD ചൈനയുമായി ടെക്നോളജിക്കൽ കൊളാബറേഷൻ ഉണ്ട്. ലോകത്ത് 100% ഇലക്ട്രിക് ബസ്സുകളുടെ ഏറ്റവും വലിയ വ്യൂഹമുള്ളത് BYDക്കാണ്. മാത്രമല്ല ഒലെക്ട്ര കോമ്പോസിറ്റ് പോളിമേഴ്സിന്റെ മാനുഫാക്ചറിംഗിൽ ഒരു എക്സ്പീരിയൻസ്ഡ് പ്ലെയർ ആണ്. ഈ സെഗ്മെന്റിൽ ഒരു മികച്ച ഓർഡർ ബുക്കും സ്ട്രോങ് ക്ലയന്റ് ബേസും ഉണ്ട് ഇവർക്ക്. ലൈക്ക് പവർ ഗ്രിഡ് കോർപ്പറേഷൻസ്, LNT, കൽപ്പറ്ററു പവർ ട്രാൻസ്മിഷൻ ലിമിറ്റഡ് എക്സെട്ര. പക്ഷേ ഇൻവെസ്റ്റേഴ്സ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ കമ്പനിയുടെ ഹൈ വർക്കിംഗ് ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ഓപ്പറേഷൻ ആണ്. വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ കറന്റ് അസറ്റ്സിൽ നിന്നും കറന്റ് ലയബിലിറ്റീസ് കുറച്ചാൽ കിട്ടുന്നതാണ്. ഒരു കമ്പനിയുടെ സോൾവൻസി മനസ്സിലാക്കാനുള്ള ഇൻഡിക്കേറ്ററാണിത്. അതായത് ഒരു കമ്പനിക്ക് അതിൻ്റെ ഫിനാൻഷ്യൽ ബാധ്യതകൾ മീറ്റ് ചെയ്യാൻ ആവശ്യമായ ഫണ്ട് ഉണ്ടോ എന്ന് ഇതിലൂടെ അറിയാൻ പറ്റും. ഇതിങ്ങനെ ഹൈ ആവാനുള്ള ഒരു റീസൺ കമ്പനിയുടെ ഹൈ ഡെറ്റർ ഡേയ്സ് ആണ്. കൺസ്യൂമേഴ്സിൽ നിന്നുമുള്ള പേയ്മെൻറ്റ്സ് റിസീവ് ചെയ്യുന്നതിലുള്ള ഡിലേ ആണ് ഇതിന് കാരണം. ഇതിൻ്റെ കൂടെ തന്നെ ഇലക്ട്രിക് ബസ്സുകളുടെ കൂടി വരുന്ന കോമ്പറ്റീഷൻ വരും കാലങ്ങളിൽ ഇവരുടെ പ്രോഫിറ്റ്സിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയേക്കാം. ഇനി നമുക്ക് ഈ കമ്പനിയുടെ ഫിനാൻഷ്യൽ ആൻഡ് ടെക്നിക്കൽ റേഷ്യോസ് സ്ക്രീനിൽ കാണാം. കറന്റ് മാർക്കറ്റ് പ്രൈസ് 622.5 rupees, PE ratio 97.79, debt to equity 0.09, 5-year sales CAGR 41.42%, return on equity 4.87%, 1-year returns 113.77%, 5-year CAGR returns 36.75, 200 DMA 602.45, RSI 1452. And finally, BFSI സെക്ടറിലെ ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് കമ്പനി ആപ്റ്റസ് വാല്യൂ ഹൗസിംഗ് ഫിനാൻസ് ഇന്ത്യ ലിമിറ്റഡ്. ഇതൊരു ഹോം ലോൺ കമ്പനിയാണ്. പ്രധാനമായും എൻഗേജ് ചെയ്തിരിക്കുന്നത് സെൽഫ് എംപ്ലോയിഡ് ലോ ആൻഡ് മിഡിൽ ഇൻകം ഫാമിലീസിൻ്റെ ഹൗസിംഗ് ഫിനാൻസ് നീഡ്സ് മീറ്റ് ചെയ്യുന്നതിലാണ്, എസ്പെഷ്യലി സെമി അർബൻ ആൻഡ് റൂറൽ ഏരിയാസിൽ. കമ്പനി കൂടുതലും ടാർഗറ്റ് ചെയ്യുന്നത് ഫസ്റ്റ് ടൈം ഹോം ബയേഴ്സിനെയാണ്. കമ്പനിയുടെ 5-year സെയിൽസ് ഗ്രോത്ത് CAGR 45.19% ആണ്.
ആപ്റ്റസിൻ്റെ ഒരു മേജർ സ്ട്രെങ്ത് ബിസിനസ് സോഴ്സിംഗ്, റിക്കവറി ആൻഡ് കളക്ഷൻ, ടെക്നിക്കൽ ആൻഡ് ലീഗൽ വർക്ക്സ് എന്നിവയിൽ ഇൻവോൾവ് ആയിരിക്കുന്ന അവരുടെ ഇൻ ഹൗസ് ടീമാണ്. കമ്പനി ഫോളോ ചെയ്യുന്നത് ഒരു ഹബ് ആൻഡ് സ്പോക്ക് മോഡലാണ്. ഇതിൽ ഓരോ ഹബിനും ടെക്നിക്കൽ ആൻഡ് ലീഗൽ ടീമിൻ്റെ എക്സ്പെർട്ടീസ് അവൈലബിൾ ആയിരിക്കും. ആപ്റ്റസിന് ഒരു സെൻട്രലൈസ്ഡ് ക്രെഡിറ്റ് അപ്രൈസൽ ആൻഡ് മോണിറ്ററിംഗ് സിസ്റ്റവും ഉണ്ട്. കമ്പനിയുടെ കസ്റ്റമർ അക്വിസിഷൻ പ്രോസസ്സ് വളരെ കരുത്തുള്ളതാണ്. അതുകൊണ്ട് തന്നെ കമ്പനിയുടെ അസറ്റ് ക്വാളിറ്റി റിലേറ്റീവ്ലി ഗുഡ് ആണ്. പക്ഷേ ആപ്റ്റസിൻ്റെ കസ്റ്റമേഴ്സ് അല്ലെങ്കിൽ ഇവരിൽ നിന്നും കടമെടുക്കാൻ സാധ്യതയുള്ള ആളുകളിൽ വലിയൊരു ഭാഗം ബാങ്കിങ്ങുമായി അത്ര പരിചയമില്ലാത്ത അണ്ടർ ബാങ്ക്ഡ് സെഗ്മെന്റ് ആവാം എന്നത് ഒരു ചലഞ്ചുമാണ്. ഇൻഫോർമൽ, ലോ ആൻഡ് മിഡിൽ ഇൻകം ഗ്രൂപ്പിലുള്ള സെൽഫ് എംപ്ലോയിഡ് കസ്റ്റമേഴ്സിന് ആപ്റ്റിസ് സർവീസ് നൽകുന്നുണ്ട് നമ്മൾ പറഞ്ഞു. മറ്റു ബാങ്കുകളും NBFCസും ഇത് ചെയ്യുന്നില്ല. ഈ സെഗ്മെന്റ് എക്കണോമിക് സ്ലോ ഡൗൺ ഉണ്ടാകുമ്പോൾ ഏറ്റവും കൂടുതൽ ബാധിക്കപ്പെടാവുന്ന ഒന്നാണ്. അതുകൊണ്ട് അസറ്റ് ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുകയും അതിൻ്റെ കൂടെ തന്നെ ഓപ്പറേഷൻസ് വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നത് കമ്പനിയെ സംബന്ധിച്ച് ഒരു ചലഞ്ചായിരിക്കും. ഇനി നമുക്ക് ഈ കമ്പനിയുടെ കീ ഫിനാൻഷ്യൽ ആൻഡ് ടെക്നിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് സ്ക്രീനിൽ കാണാം. കറന്റ് മാർക്കറ്റ് പ്രൈസ് 308.6 rupees, PE ratio 36.93, debt to equity 0.94, 5-year sales CAGR 45.19%, return on equity 15.14%, 200 DMA 310.68, RSI 1461.7. അപ്പോൾ ഇതൊക്കെയാണ് റെസ്പെക്റ്റീവ് സെക്ടേഴ്സിൽ കണ്ടിന്യൂസ്ലി മാർക്കറ്റ് ഷെയർ ഗെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഏതാനും കമ്പനികൾ. നമുക്കൊരു കാര്യം പ്രത്യേകം ഓർപ്പിക്കാനുള്ളത്, നമ്മുടെ ഈ ചാനലിലെ എല്ലാ വീഡിയോസും എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി മാത്രമുള്ളതാണ്. നമ്മൾ യാതൊരു വിധത്തിലുള്ള ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ നൽകുന്നില്ല. ഇൻവെസ്റ്റിംഗും പേഴ്സണൽ ഫിനാൻസുമായി ബന്ധപ്പെട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ നമ്മൾ ഓരോ ആഴ്ചയും പല വീഡിയോകളിലായിട്ട് ഈ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്നതാണ്. അതൊക്കെയും നിങ്ങൾക്ക് അപ്പോൾ തന്നെ എത്താൻ വേണ്ടിയിട്ട് ഇതുവരെ നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ചെയ്യുക. ഒപ്പം തന്നെ ആ ബെൽ ഐക്കൺ കൂടെ പ്രസ് ചെയ്യുക. നമുക്ക് മറ്റൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ. Investment in securities market are subject to market risks. Read all the related documents carefully before investing. Please read the risk disclosure documents carefully before investing in equity shares, derivatives, mutual fund, and or other instruments traded on the stock exchanges.